പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഇന്ന് ചൊവ്വാഴ്ച നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദേവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദേവമാതാവേ, 2004 ഡിസംബർ 7 തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ താഴ്മയോടെ അങ്ങയോട് അപേക്ഷിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർഗ്ഗങ്ങളുടെ രാജ്ഞിയായ അങ്ങയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പ്രമക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതിൻ്റെ പേര് അന്നു വേണ്ട ആഹാരം എന്ന അവർ ഡെയിലി ബ്രെഡ്. ഇപ്പം ഡെയിലി ബ്രെഡ് എന്നൊക്കെ ഓരോ സ്ഥലങ്ങളിൽ ഇതുപോലെയുള്ള ശുശ്രൂഷ ഉണ്ട്. നമ്മുടെ പേര് അവർ ഡെയിലി ബ്രെഡ് എന്ന്. നമ്മുടെ ഇന്നത്തെ ജീവിതത്തിന് ആവശ്യമായ ദൈവാനുഗ്രഹം പ്രാപിക്കാനാണ് നമ്മൾ നിയോഗം വെച്ചിരിക്കുന്ന വിഷയത്തിൻ്റെ മേലുള്ള ദൈവിക പ്രാർത്ഥന. കർത്താവേ, ഞങ്ങൾ അല്പസമയം മുമ്പ് നിയോഗം വെച്ച വിഷയങ്ങളാണ്. അങ്ങനെ മക്കൾ ലോകം മുഴുവനും നിയോഗം വെച്ച എല്ലാ വിഷയങ്ങളെയും ഞാൻ അങ്ങയുടെ ഉന്നതമായ 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ അങ്ങയുടെ മക്കൾ ഇപ്പം നിയോഗം വെച്ച വിഷയത്തിന് മേൽ കർത്താവ് ഇന്ന് തന്നെ, അല്ലെങ്കിൽ ഈ ആഴ്ചയിലാണ് അടയാളം കിട്ടണമെങ്കിൽ കർത്താവ് താമസം വിന അവർക്ക് അടയാളം നൽകി അവർക്ക് കർത്താവ് എല്ലാവർക്കും ഈ പ്രാർത്ഥന അവരുടെ ജീവിതത്തിൻ്റെ ഒരു ശ്വസിക്കണ പോലെ തോന്നാൻ, അവർ പ്രാണവായു പോലെ തോന്നണമേ കർത്താവേ. അവർക്ക് ആത്മവിശ്വാസത്തോടെ ജീവിക്കാൻ വേണ്ടി മനുഷ്യനെ ഈ പ്രാർത്ഥനയുടെ നിങ്ങൾ ഒരുക്കുന്നതിന് നന്ദി പറയുന്നു കർത്താവേ. കർത്താവേ, ജീവിത ഒരു പൈതലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. മറ്റുള്ളവരുടെ കയ്യിൽ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ സങ്കടപ്പെട്ട് നിരാശപ്പെട്ട് ഭക്തിയും വിശ്വാസം കുറഞ്ഞു പോണ അത്രയും വൈകാരികമായിട്ട് ആ വിഷയങ്ങളെ കാണുന്നവരുണ്ട്. ഈശോയെ കർത്താവേ, അവരെയൊക്കെ നീ തീർച്ചയായിട്ടും അനുഗ്രഹിക്കണം, അല്ലെങ്കിൽ അതൊക്കെ ജീവിച്ചിരിക്കത്തില്ല. അഥവാ ജീവിച്ചിരിക്കേണ്ടത് തന്നെ ചത്തതുപോലെ ജീവിക്കും. കർത്താവേ, നിന്റെ വലിയ സ്നേഹത്താൽ അതുപോലെ വിവാഹം ഒത്തു വരുന്നില്ലല്ലോ, എല്ലാവർക്കും ജീവിത പങ്കാളികളായല്ലോ, ഞാൻ ഒറ്റപ്പെട്ടു പോയല്ലോ എന്നൊക്കെ വിചാരിക്കുന്ന പുരുഷനെയും സ്ത്രീയും ഉണ്ട് കർത്താവേ. അവിടെയൊക്കെ മനോവികാരങ്ങളും മനോനൊമ്പരങ്ങളും എന്നൊക്കെ അപർണനീയവും പറഞ്ഞറിയിക്കാൻ പറ്റാത്തതും ആർക്കും ആശ്വസിപ്പിക്കാൻ പറ്റാത്തതുമാണ് കർത്താവെ. ആർക്കും ആശ്വസിപ്പിക്കാൻ പറ്റാത്തത് നിനക്ക് ആശ്വസിപ്പിക്കാൻ പറ്റുമെന്ന് ഞങ്ങൾ പൂർണ്ണമായ അനുഭവം കൊണ്ട് തിരിച്ചറിയുന്ന കർത്താവെ. കർത്താവ്, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തണമേ. കർത്താവ്, മക്കളെ നീ സ്വച്ച് പ്രാർത്ഥിക്കുന്നു.
അവിടെ പഠനങ്ങൾ കുറച്ചുപേരെ പരീക്ഷ തീരാൻ പോകുന്നു, കുറച്ച് പേര് വീണ്ടും പരീക്ഷ കണ്ടിന്യൂ ചെയ്യുന്നു. കർത്താവെ എല്ലാവരെയും അവർക്കൊരു ഉപരി വിദ്യാഭ്യാസം കിട്ടുന്ന രീതിയിൽ കർത്താവെ എങ്ങനെ അവരെ സന്ധിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ കഴിവല്ല, അവർക്ക് അനുതാപവും അച്ചാത്തവും ഉണ്ട്. ഇനി ഞങ്ങൾക്ക് പഠിക്കാനൊരു അവസരം കിട്ടിയാൽ, ഞങ്ങൾ ഈ പരീക്ഷയിൽ വിജയിപ്പിച്ചാൽ തീർച്ചയായിട്ടും ഞങ്ങൾ കർത്താവെ ആത്മാർത്ഥമായിട്ട് ദൈവത്തിൻ്റെ കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ട് അങ്ങയ്ക്ക് വേണ്ടി ജീവിക്കുമെന്ന് പറയുന്ന മക്കളുണ്ട്. അവരെ നീ പ്രത്യേകം സന്ധിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഒരു പിടി മണ്ണില്ലാത്തവർ, ഒരു കൂര കുത്താൻ ഇടമില്ലാത്തവരുടെ ഈശോയെ. അതേസമയം തന്നെ കർത്താവ് വാടകയ്ക്ക് വന്നിട്ട് ഇറങ്ങിപ്പോകുന്നില്ലെന്ന് ഒത്തിരി കംപ്ലൈൻറ്റുകൾ വരുന്നുണ്ട് ഈശോയെ. അത് പോലീസ് വഴക്കം കേസൊക്കെ ഇട്ട് മാറുന്നുണ്ട് ഈശോയെ. അതേസമയം തന്നെ കർത്താവ് പല സങ്കടങ്ങളിൽ പ്രതിരോധിക്കാൻ നിവൃത്തിയില്ലാത്തവരുടെ ഭയങ്കരമായ അൺജസ്റ്റ് അഗ്രസീവ്നെസ് പോലെയുള്ള അനീതി അക്രമങ്ങളും നടക്കുന്നുണ്ട് ഈശോയെ. ബലഹീനന്മാർ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട് ഈശോയെ. കർത്താവ് ഇന്ന് ഈ ആഴ്ചയിൽ യാത്ര ചെയ്യുന്നുണ്ട് ഈശോയെ. ഈ യാത്രയിൽ ഓരോരോ വിഷയങ്ങളിലെ പുതുതായിട്ട് കർത്താവ് ഉത്തമ ബോധ്യത്തോടെ പുതുതായിട്ട് സംരംഭങ്ങൾ ചെയ്തിട്ടുള്ളവരുണ്ട് ഈശോയെ. പുതിയ ബിസിനസ് തുടങ്ങിയിട്ടുള്ളവരുണ്ട് ഈശോയെ. തുടങ്ങാമെന്ന് ആലോചിച്ചുകൊണ്ട് ബാങ്കിലും മറ്റു പല സ്ഥലങ്ങളിലുമൊക്കെ കറങ്ങി നടക്കുന്നുണ്ട് ഈശോയെ. ഭയങ്കര ചെന്നിട്ട് ഒരു കാര്യങ്ങളും കർത്താവ് അടുപ്പിക്കാത്ത സ്ഥലങ്ങളുണ്ട് ഈശോയെ. പക്ഷേ ചിത വിജയിക്കുന്ന ഞങ്ങൾക്ക് അറിയാവുന്ന എല്ലാ വിഷയത്തിനും വരും കർത്താവെ അങ്ങ് തന്നെ ഇടപെട്ടവരെ സന്ധിക്കണം പ്രാർത്ഥിക്കുന്ന കർത്താവെ. കർത്താവ് രോഗികൾ ആശുപത്രി കിടക്കുന്നുണ്ട് ഈശോയെ. അതുപോലെ രോഗികളിൽ നിന്ന് ടെസ്റ്റിനും അതുപോലെ തന്നെ പലതരത്തിലുള്ള FNAC ടെസ്റ്റിനും സാമ്പിൾ ടെസ്റ്റിനും ഒക്കെ പോകുന്നുണ്ട് ഈശോയെ. അവരൊരു കാരണവശാലും കർത്താവ് പോസിറ്റീവ് ആകല്ലേ, നെഗറ്റീവ് ആയിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് ഈശോയെ. അവരെ എല്ലാം സമർപ്പിച്ചിട്ട് പ്രാർത്ഥിക്കുന്നു. അവിടെ ബൈസ്റ്റാൻഡറായിട്ട് അവിടെ കൂടെ പോകുന്ന പ്രാർത്ഥിക്കുന്നു. എന്തെങ്കിലും രോഗം സംഭവിച്ചാൽ മുടക്കാൻ ഒരു ഇഞ്ചക്ഷൻ്റെ കാശ് പോലും തങ്ങളുടെ കയ്യിൽ നിന്ന് ഓർത്തുകൊണ്ട് വേദനിക്കുന്നുണ്ട് ഈശോയെ. വലിയ സാമ്പത്തിക ബാധ്യതകൾ കുരുങ്ങിയിട്ട് കർത്താവ് അതിനുവേണ്ടി വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ഈശോയെ. അതിനുവേണ്ടി ഒരു പരിശ്രമങ്ങൾ ചെയ്യുന്നുണ്ട് ഈശോയെ. അവരെല്ലാം ഇപ്പോൾ സന്ധിക്കണം പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ഇന്നത്തെ നിങ്ങളുടെ മുഴുവൻ പരിശ്രമങ്ങളെയും ഉദ്യമങ്ങളെയും നിങ്ങൾ ഇന്ന് റിസൾട്ട് കാത്തിരിക്കുന്ന അല്ലെങ്കിൽ ഈ ഇന്ന് വൈകുന്നേരത്തിൽ അറിയാൻ കഴിയുമെന്ന് പറയുന്ന ഓരോ വിഷയങ്ങളുടെ മേലും കർത്താവിൻ്റെ പോസിറ്റീവായിട്ടുള്ള ഉത്തരം കിട്ടാൻ ഇടയാക്കണമേ. നിത്യപിതാപുത്രനും പരിശുദ്ധാത്മാവിനെ നീക്കുവാമേ. എൻ്റെ പ്രിയപ്പെട്ടത്, നമ്മുടെ ജീവിതത്തിലെ നമുക്ക് പറ്റാവുന്ന ഒരു ചെറിയൊരു അബദ്ധമുണ്ട്. ഉടമ്പടിയുമായിട്ട് ബന്ധപ്പെട്ട് വരാം. ഉടമ്പടിയിലാകുമ്പോൾ ആൾക്കാർ പെട്ടെന്ന് അടയാളം പ്രാപിക്കും, അടയാളം പ്രതീക്ഷിക്കുകയും ചെയ്യും. ഈ ആസ്തി വികസന കാലം എന്ന് പറഞ്ഞൊരു കാലമുണ്ട്. ആസ്തി വികസന കാലം. ആധ്യാത്മിക ആസ്തികൾ എന്തൊക്കെയാണ്? വിശ്വാസം, പ്രത്യാശ, ദൈവസ്നേഹം, വിശ്വസ്തത. ഇതൊക്കെയാണ് ഉടമ്പടിയുടെ ആധ്യാത്മിക ആസ്തികൾ എന്ന് പറയുന്നത്. ഈ ആസ്തി വികസിക്കുന്ന കാലത്ത് എന്തായിരിക്കും പറയാം? അടയാളം ഉണ്ടാകത്തില്ല. അതുകൊണ്ടാണ് ഈശോ പറയണത് അടയാളത്തിന് അമിത പ്രാധാന്യം കൊടുക്കരുത്. കാര്യം എന്താണ്? അടയാളത്തിന് അമിത പ്രാധാന്യം കൊടുത്താൽ നമ്മൾ അമിത പ്രാധാന്യം എന്തിന് കൊടുക്കുന്നുവോ അത് നമ്മുടെ ദൈവമായി മാറും. അപ്പം അടയാളത്തിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ അടയാളത്തിനാണ് നമ്മൾ ദൈവത്തിനല്ല പ്രാധാന്യം കൊടുക്കുന്നത്. ദൈവത്തിൽ നിന്ന് കിട്ടുന്ന ആനുകൂല്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുമ്പോൾ അടയാളങ്ങൾക്ക് ദൈവത്തിൻ്റെ സ്ഥാനം വരും. മർക്കോസ് 12:30 നീ നിന്റെ ദൈവമായ കർത്താവിനെ, മർക്കോസിന്റെ 12:30 പറയുന്നത് നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ. അയ്യോ, എല്ലാം പൂർണ്ണമാണ്. ഏതൊക്കെ തന്നെ? പൂർണ്ണ മനസ്സ്, പൂർണ്ണ ആത്മാവ്, പൂർണ്ണ ശക്തി, പിന്നെന്താ? പൂർണ്ണ ഹൃദയം, കംപ്ലീറ്റ് മാൻ. അത് ദൈവത്തെ സ്നേഹിക്കാൻ ആണ് ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഹാഫ് മൈൻഡഡ് ആയിട്ടുള്ള ഒരു വിശ്വാസം ദൈവം അക്സെപ്റ്റ് ചെയ്ത് റിജക്റ്റഡ് ആണത്. ഉറപ്പാണ്. 20 എടുത്തേ. അപ്പോൾ മോശ ജനത്തോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, നിങ്ങളെ പരീക്ഷിക്കുന്നതിനും പാപം ചെയ്യാതിരിക്കാൻ വേണ്ടി നിങ്ങളിൽ ദൈവഭയം ഉളവാക്കുന്നതിനുമായിട്ടാണ് ദൈവം വന്നിരിക്കുന്നത്. അപ്പൊ ചില സമയത്ത് നമ്മളെ പരീക്ഷിക്കാൻ വേണ്ടി തന്നെ ദൈവം വരും. പക്ഷെ നമുക്ക് അറിയാൻ പറ്റത്തില്ല ദൈവമാണ് ആ വരണമെന്ന് അറിയാൻ പറ്റത്തില്ല. നമ്മൾ തെറ്റ് ചെയ്യുമോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി വരും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പക്ഷെ നമുക്കറിയത്തില്ല ദൈവമാണ് വരണമെന്ന് അറിയത്തില്ല. അതുകൊണ്ട് ഈ അടയാളമില്ലാത്ത കാലത്ത് വളരെ ശ്രദ്ധിക്കണം. മത്തായി 24:44 അതിനാൽ നിങ്ങളും തയ്യാറായിരിക്കണം.
നിങ്ങൾ പ്രതീക്ഷിക്കാത്ത മണിക്കൂറിലായിരിക്കും മനുഷ്യപുത്രൻ വരുന്നത്. പ്രസൻസ് ഫീൽ ചെയ്യുന്നത്, മനുഷ്യപുത്രൻ വരുന്നത്. അതായത് നമുക്ക് ഇപ്പൊ അടയാളം കാണുമ്പോൾ നമുക്ക് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുമല്ല അവിടെ. പക്ഷെ അടയാളം ഇല്ലാത്ത സമയത്തും ദൈവം വരുമ്പോൾ, അടയാളം ഉള്ള സമയത്തേക്കാൾ ഭയങ്കര സീരിയസ് ടൈമാണ് അടയാളം ഇല്ലാത്ത കാലം. എന്താണ്? നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയാണ് ആ ഒരു കംപ്ലീറ്റ് ബ്ലാങ്കിൽ എന്നുള്ള സാഹചര്യത്തിലൂടെ നമ്മൾ പോണത്. എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ വരുമാനം ഭൗതികമായിട്ടൊന്നുമില്ല, പക്ഷെ നമ്മൾ അവിടെ ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. നമ്മുടെ വിശ്വാസം, അടയാളമില്ലാത്ത കാലത്ത് വിശ്വാസം, പ്രത്യാശ, ദൈവസ്നേഹം, വിശ്വസ്തതയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. ദൈവം ഉള്ള കൂടെ നിൽക്കുന്ന അടയാളം കാണിക്കുന്ന പോലെ അതിനേക്കാളും മുറിച്ചവിടെ നമ്മൾ ജീവിക്കുകയാണ്. അപ്പോൾ എന്നാ പറ്റും? ഒരു ടൈം കഴിയുമ്പോൾ, അടയാളത്തിൻ്റെ കാലം കാണുമ്പോൾ, ദൈവത്തിൻ്റെ ഒരു കാലം ഉണ്ടല്ല, എല്ലാത്തിനും കാലമല്ലേ. അതായത് സഭാപ്രസംഗിയുടെ 3-ാം അധ്യായം 4-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. കരയാൻ ഒരു കാലം, ചിരിക്കാൻ ഒരു കാലം. അപ്പൊ അടയാളം ഉള്ള കാലമുണ്ട്, അടയാളം ഇല്ലാത്ത കാലമുണ്ട്. അപ്പൊ കരയുന്ന കാലം, അടയാളം ഇല്ലാത്ത കാലമാകുമ്പോൾ ഈ കാലത്ത് നമ്മൾ എങ്ങനെയാണ് വിശ്വസ്തത കാണിച്ചത്? അതാണ് നമ്മുടെ ആസ്തി വികസനം വർദ്ധിപ്പിക്കുന്നത്. ലുക്ക 1:47. എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. എന്റെ ചിത്തം രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുക. ക്രിസ്തുവിലാണ് ആനന്ദം. അപ്പൊ ക്രിസ്തുവിൽ തിരുവുദ്ധാനമുണ്ട്, ദുഃഖ വെള്ളിയാഴ്ചയുണ്ട്. പക്ഷെ രണ്ടിനെയും ഒരേ രീതിയിൽ ആ ക്രിസ്തുവിനെ ക്രിസ്തുവാക്കുന്ന, ഇപ്പം നമ്മളെ തന്നെ സപ്ലിമെൻ്റ് ആക്കുന്ന, നമ്മളെ തന്നെ വിശുദ്ധീകരിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യുന്ന ശക്തിയുടെ സ്രോതസ്വരൂപങ്ങളില്ലേ, അത് ക്രിസ്തുവാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആനന്ദം ഉണ്ടാകണത്. ഇപ്പോൾ ഒരു സങ്കടം ഉണ്ടായി, ഇപ്പോൾ രോഗമുണ്ടായി, ഇപ്പോൾ എനിക്ക് കുറച്ച് രോഗങ്ങളുണ്ട്. അപ്പോൾ എൻ്റെ മനസ്സിലിരിക്കണത് എന്താണ്? കർത്താവിൻ്റെ പീഡാസഹനങ്ങളെ കൂടെ കൂട്ടി വെക്കുമ്പോൾ ഇത് ക്രിസ്തുവിലൊരു ആനന്ദമായിട്ട് ഇത് മാറുന്നു. ഈ ലോകത്തോടൊരു അറ്റാച്ച്മെൻറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ദുഃഖങ്ങൾ, ഇതുപോലെ തന്നെ ഈ യമനിയമ, ആസന, പ്രാണായാമ, പ്രത്യാസന, നിധിയ, സമാധിയിലൂടെ പോകുമ്പോൾ നമുക്ക് ഒരു ആനന്ദം ഉണ്ടാകും. അതാണ് അത് ദൈവത്തിൻ്റെ ഒരു ഭാവമായിട്ടാണ് ഭാരതീയ ദൈവശാസ്ത്രത്തിൽ എടുക്കുന്നത്. പക്ഷെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനു വേണ്ടി മനുഷ്യൻ സമൂഹത്തിൽ നിന്ന് പുറത്തു പോകണം, ലോകത്തിലായിരിക്കുകയും ലോകത്തിൻ്റെതല്ലാതായിരിക്കുകയും ചെയ്യണം. അതാണ് പരിശുദ്ധ അമ്മയുടെ ഒരു നിലപാട്. യോഹന്നാന്റെ സുവിശേഷം 17:15 ഇതേ ഒരു ആശയം വരുന്നുണ്ട്. ലോകത്തിൽ നിന്ന് അവരെ അവിടുന്ന് എടുക്കണമെന്നല്ല, ദുഷ്ടനിൽ നിന്ന് അവരെ കാത്തുകൊള്ളണമെന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അപ്പൊ ക്രിസ്തു അങ്ങനെ ഇവിടെ ജീവിച്ചതേ. ഈശോ പറഞ്ഞില്ലേ, ഞാൻ നിങ്ങൾക്ക് തരുന്ന സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളയത്തില്ല. കാരണം ലോകത്തിന്റെ സന്തോഷമാണെങ്കിൽ അത് ആ സാഹചര്യം മാറുമ്പോൾ എടുത്തു കളയും. അപ്പം ദൈവ സന്തോഷമാണ് ഈ പരിശുദ്ധ അമ്മയ്ക്ക് ഉണ്ടായിരുന്നത്. ഞാൻ നിങ്ങൾക്ക് നൽകുന്ന സന്തോഷം എന്ന് ഈശോ പറഞ്ഞില്ലേ, അതാണ് ദൈവ സന്തോഷം. അപ്പം ക്രിസ്തുവിനെ ആണ് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ജീവിതത്തെ നമ്മൾ ശരിക്കും അതിൻ്റെ ഊടും പാവും നെയ്യേണ്ടത്. അല്ല ക്രിസ്തുവിനെ കിട്ടുന്ന ആനുകൂല്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയല്ല. ഇപ്പം കഴിഞ്ഞ ദിവസം ജെയ്സൺ എന്നുള്ള സാക്ഷ്യം പറയുന്ന ആൾ പറഞ്ഞത്, ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല, കാരണം അത് ആധ്യാത്മികമായി മനസ്സിലാക്കേണ്ടതാണ്. ആധ്യാത്മിക അനുഭവം ഉള്ളവർക്ക് എൻ്റെ ഫീലിംഗ് മനസ്സിലാകത്തുള്ളൂ. അപ്പം നമ്മൾ പൊതുവെ വിചാരിക്കാത്ത, ഇപ്പം നമുക്കുള്ള എങ്ങനെയാണ്, നമുക്ക് പ്രാർത്ഥിച്ച ഒരു സംഭവം കിട്ടിയ സന്തോഷം, പക്ഷെ അത് ദൈവത്തിൻ്റെ സന്തോഷമല്ല, അത് ലോകത്തിൻ്റെ സന്തോഷമാണത്. അത് ദൈവമായിട്ടുണ്ടാകുന്ന സന്തോഷമല്ലത്. അത് എടുത്തു കളയാൻ പറ്റുന്നത് കൊണ്ടാണ് ഈശോ പറഞ്ഞത്, ഞാൻ നിങ്ങൾക്ക് തരുന്ന സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളയത്തില്ല. ജോലി കിട്ടിയപ്പോൾ സന്തോഷം, പക്ഷെ ട്രാൻസ്ഫർ വന്നപ്പോൾ ദുഃഖം. അതാണ് വിഷയം. അതാണ് അത് എടുത്തു കളയാം. ട്രാൻസ്ഫറിന് നിൻ്റെ സന്തോഷം, ജോലി കിട്ടിയപ്പോൾ ഉണ്ടായ സന്തോഷം ട്രാൻസ്ഫറിന് എടുത്തു കളയാൻ പറ്റും. അപ്പോൾ പക്ഷെ നമ്മൾ ദൈവത്തിലാണ് ആശ്രയിച്ച് അഭിഷേകം പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ജീവിതത്തിൽ ഉള്ളതാണ്, ജീവിതത്തിൻ്റെ ഭാഗമാണ്. മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തെ നമ്മളിൽ നിന്ന് എടുത്തു കളയാത്തുള്ള കാലം വേറെ ആർക്കും നമ്മളിൽ നിന്ന് നമ്മുടെ സന്തോഷം എടുത്തു കളയാൻ പറ്റത്തില്ല. വിശ്വാസം എന്നത് ഒരു ബുദ്ധിപരമായ വ്യാപാരമാകാൻ എൻ്റെ സ്വാഭാവിക അവസ്ഥ അതാണ്. ഒരു ബുദ്ധിപരമായ വിനിമയമാണ് വിശ്വാസം. പല കേവല വിശ്വാസങ്ങളുടെയും സ്ഥിതി അതാണ്. അതൊരു ബുദ്ധിപരമായ വിനിമയമായിരിക്കും, പക്ഷെ അത് ഫ്രൂട്ട്ഫുൾ ആകത്തില്ല, വർക്കൗട്ട് ചെയ്യത്തില്ല. ഉടമ്പടിയിൽ നമ്മൾ ചെയ്യുന്നത്
വിശ്വാസം എന്ന കേവല ബുദ്ധിപരമായ വിനിമയത്തെ കൺവേർട്ട് ചെയ്യും. എങ്ങനെ കൺവേർട്ട് ചെയ്യും? ഒരു ദൈവസ്നേഹത്തിൻ്റെ എക്സ്പ്രഷൻസ് ആക്കി മാറ്റും. ദൈവസ്നേഹത്തിൻ്റെ പ്രകടനങ്ങൾ. നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, വിശ്വാസ വളർച്ചയിൽ നിങ്ങൾ ബുദ്ധിപരമായ വിനിമയം, ഒരു ഇൻ്റലക്ച്വൽ കൺവിക്ഷൻ നമുക്ക് തരും. ദൈവം ഏത് കാലത്ത് ഏത് സമയത്ത് എന്നെ സഹായിക്കും, ഞാൻ ദൈവത്തെ ആശ്രയിക്കുന്നുണ്ട്, ഇല്ലെങ്കിൽ അതിനേക്കാൾ താഴ്ന്ന് ഞങ്ങളുടെ നാട്ടിലും മാതാവില്ലേ, അങ്ങനെ കുറേ സാക്ഷ്യങ്ങൾ വരുന്നുണ്ട്. ഞങ്ങളുടെ നാട്ടിലും മാതാവുണ്ടല്ലോ, പിന്നെ എന്തിനാണ് കെട്ടിയെടുത്ത് ആലപ്പുഴ പോണത് എന്നങ്ങൾ ചെയ്യുന്നു. അപ്പോൾ അതൊരു കേവല വിശ്വാസമാണ്. കേവല വിശ്വാസം ഉള്ള പ്രശ്നം, ഇപ്പം നിങ്ങളുടെ നാട്ടിൽ നിങ്ങൾ നിന്നാലും ഇവിടെ നിന്നാലും കേവല വിശ്വാസക്കാർക്ക് അത് ആക്ടിവേറ്റ് ആകത്തില്ല വിശ്വാസം. നമ്മൾ റീചാർജ് ചെയ്യാം, പക്ഷേ ആക്ടിവേറ്റ് ആകുന്നത് വേറെ ഒരു ഫങ്ഷനാണ് അല്ലേ. മൊബൈലിൽ നമുക്ക് റീചാർജ് ചെയ്യാൻ പറ്റും, പക്ഷേ ആക്ടിവേറ്റ് ആകുന്നത് വേറെ ഒരു ഫങ്ഷനാണ്. അതുപോലെ വി ക്യാൻ ഹാവ് ഫെയ്ത്ത്, പക്ഷേ ആ ഫെയ്ത്ത് ഒരു സാക്ഷ്യത്തിലേക്ക് പ്രവേശിക്കുന്നത് അതിൻ്റെ കണ്ടൻറ്റ് ബേസ് വേറെയാണ്. അതിൻ്റെ അകത്ത് സ്നേഹത്തിൻ്റെ എലമെൻറ്റ്സ് വേണം. ഉടമ്പടിയിൽ പുരോഗമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇൻട്രോസ്പെക്റ്റ് ചെയ്യേണ്ട ഒരു വിഷയം, എൻ്റെ ഫെയ്ത്ത് കണ്ടൻറ്റിൽ കണ്ടൻറ്റ് ഓഫ് ലവ് ഉണ്ടോ എന്ന് നോക്കണം. നമുക്ക് ആ വിഷയത്തിലൊക്കെ ആധ്യാത്മിക ജീവിതത്തിൽ ഇത്തിരി ബുദ്ധി ഉപയോഗിക്കുന്നത് തെറ്റൊന്നുമില്ല. നിങ്ങളുടെ വിശ്വാസത്തിൽ കണ്ടൻറ്റ് ഓഫ് ലവ് കൂടുതലാണ് ഉണ്ടോ ഇല്ലയെന്ന് നോക്കണം. എന്നിട്ട് അതിൻ്റെ കുറവാണ് പരിഹരിക്കേണ്ടത്. കുറവ് പരിഹരിച്ച് മാത്രമേ നമുക്ക് വിശ്വാസ പുരോഗതി പ്രാപിക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്തു പോകും, തൽസ്ഥിതി നിലനിന്ന് പോകും. നമുക്കൊരു 10 ഡിഗ്രി ഫെയ്ത്ത് ഉണ്ട്, നമ്മളെങ്ങനെ തലകുത്തി പോയി. ഇപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് ഈ കൃപാസനത്തിൽ വന്ന് എൻ്റെ പേരിൽ രോഗികളെ ശുശ്രൂഷിക്കാം, വീട്ടിലെ സഹായം കൊടുക്കാം, അമ്മയെ സഹായിക്കാം, അല്ലെങ്കിൽ അപ്പനെ സഹായിക്കാം, പിന്നെ പാവപ്പെട്ടവരെ സഹായിക്കാം. പക്ഷേ ഇങ്ങനെയൊക്കെ സഹായിച്ചാലും ചില സമയത്ത് നിങ്ങളുടെ വിശ്വാസത്തിനൊരു വളർച്ച ഉണ്ടാകാൻ ചിലപ്പോൾ സാധ്യത ഉണ്ടാകത്തില്ല. അതെന്തുകൊണ്ടാണ്? അത് നിങ്ങൾ ടെക്നിക്കലി ഫങ്ഷനിലായതുകൊണ്ടാണ്, സാങ്കേതികമായിട്ട് ഫങ്ഷനിലാകുന്നത് കൊണ്ടാണ്. സാങ്കേതികമായിട്ടല്ല എൻ്റെ അത് വരണത്. ഇപ്പോൾ നിങ്ങൾ രോഗികളെ കാണുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ചിലരൊക്കെ എന്തുമാത്രം, അതായത് കൃപാസനത്തിൽ ഇത്രയും ദൈവാനുഗ്രഹം നിറഞ്ഞു നിൽക്കാൻ കാരണം ഉടമ്പടി എടുത്തവരെല്ലാവരും ലോകത്തിൻ്റെ എമ്പാടും പോയി ആശുപത്രികളിലും അനാഥാലയങ്ങളിലും ഹോസ്പിസുകളിലും അതുപോലെ കുടുംബങ്ങളിലുമൊക്കെ പോയി ആൾക്കാരെ ശുശ്രൂഷിക്കുകയും ഭക്ഷണം കൊടുക്കുകയും പണം കൊടുക്കുകയും അവിടെ നിന്ന് വസ്ത്രം കഴുകി കൊടുക്കുകയും അങ്ങനെ സൽപ്രവർത്തികളുടെ ഒരു പ്രളയമാണ് ഈ ഉടമ്പടി അഴിച്ചുവിട്ടിരിക്കുന്നത്. അവരുടെ സൽപ്രവർത്തികളുടെ ആസ്തി ആ ഉടമ്പടിയുടെ പൊതു ഖജനാവിലെ ടാപ്പ് ചെയ്യുന്നവർക്ക് ഈ കൃപാസനത്തിൻ്റെ പൊതു ദൈവാനുഗ്രഹം ലഭിക്കും. തീർച്ചയായിട്ടും അതുകൊണ്ടാണ് കൃപാസനത്തിലെ കാല് കുത്തുമ്പോഴൊക്കെ ചില ആൾക്കാർ അനുഗ്രഹിക്കപ്പെടുന്നു പറഞ്ഞതിൻ്റെ കാരണം ഇതിൻ്റെ പൊതുവായിട്ടുള്ള ആധ്യാത്മികമായിട്ടുള്ള ആസ്തികളാണ്. 10,000 ലക്ഷക്കണക്കിന് മനുഷ്യർ സുവിശേഷം ജീവിച്ച് യേശുവിനെ സാക്ഷ്യം വഹിച്ച് ജീവിക്കുന്നതിൻ്റെ ഒരു ബേസ്മെൻ്റ് ഉണ്ട് നമുക്ക്. പിന്നെ 2.5 ലക്ഷം ജപമാലയല്ലേ ഇപ്പോൾ ചെല്ലാൻ പോകുന്നത്. അങ്ങനെ എത്രയോ വർഷം, 2002 തുടങ്ങിയതാണ്. 2002 800 പേരുമായിട്ട് തുടങ്ങിയതാണ്, ഇപ്പോൾ 2.5 ലക്ഷമായിട്ട് ഉയർന്നത്. അപ്പോൾ അത്രയും കാലത്തെ പ്രാർത്ഥനകൾ. അതുകൊണ്ടാണ് ലൈറ്റക്കാൻ്റെ പേരക്വസ്റ്റിനൊക്കെ ഒരു ബന്ധമില്ലാത്ത ആൾക്കാർ ചുമ്മാ അടിക്കുമ്പോൾ ദൈവം അത് റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്യാൻ കാരണം എന്താണ്? അവിടെ തിരുവണ്ട ഇതിൻ്റെ ആധ്യാത്മിക ആസ്തിയാണ്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ കാര്യത്തിൽ കുറച്ച് റീസണബിൾ ആകണം. ഒരു വൈകാരികം എന്നതിനേക്കാൾ ഉപരി ഫെയ്ത്ത് മുന്നോട്ട് വെക്കുന്ന ഒരു റീസണുണ്ട്. വിശ്വാസം മുന്നോട്ട് വെക്കുന്ന ഒരു റീസണുണ്ട്, യുക്തിയുണ്ട്. അത് ഒരു പക്ഷേ നമ്മൾ പറയുന്ന സെക്കുലർ യുക്തിയല്ല, അത് മരിയൻ യുക്തി എന്നാണ് ഞാൻ പറയുന്നത്, മരിയൻ റീസൺ.
അങ്ങനെ ഒരു സംഭവമാണ്, ആധ്യാത്മിക ജീവിതത്തിലുള്ള സംഭവമാണ് മരിയൻ റീസൺ. എന്താ മരിയൻ റീസൺ? അപ്പോൾ മരിയൻ റീസൺ എന്ന് പറയുമ്പോൾ, ഉദാഹരണത്തിന് അവർക്ക് വീഞ്ഞില്ല എന്ന് അമ്മ പറയുന്നു, ഈശോയോട് പറയുന്നു അല്ലേ. ഫസ്റ്റ് റെസ്പോൺസ് എന്താണ് ഈശോയുടെ ഫസ്റ്റ് റെസ്പോൺസ് എന്താ? എനിക്ക് നിനക്കും എന്ത്. സെക്കൻഡ് റെസ്പോൺസ് എന്താണ്? എൻ്റെ സമയം ഇനിയും ആഗതമായിട്ടില്ല. അപ്പോൾ ഈ ഫസ്റ്റ് റെസ്പോൺസും സെക്കൻഡ് റെസ്പോൺസും ഉദ്ദേശിച്ച നെഗറ്റീവ് ആൻസറാണ് വരണത് അല്ലേ. നെഗറ്റീവ് അല്ലേ, ആ വിഷയം നടക്കത്തില്ലെന്ന് ഉറപ്പല്ലേ. ദെൻ വൈ മദർ ഈസ് വെയിറ്റിംഗ് ഫോർ ദി ആൻസർ? പിന്നെ എന്തുകൊണ്ടാണ് അമ്മ നിൽക്കുന്നത്? അതാണ് വിഷയം. അതാണ് മരിയൻ റീസൺ എന്ന് പറയുന്നത്. എന്താണ്? അമ്മയ്ക്ക് വിശ്വാസത്തെക്കാളുപരി ഈശോയോട് സ്നേഹമുണ്ട്. ശ്രദ്ധിക്കട്ടെ, ഹല്ലേലൂയ. ഇത്രയും നേരം ഈശോ പറഞ്ഞതിൽ നിന്ന് എന്ത് മനസ്സിലായി? നമുക്ക് വിശ്വാസമുണ്ടാകാം, അത് കേവല വിശ്വാസമാണ്. ആ കേവല വിശ്വാസം ചില സമയത്ത് സാങ്കേതികമായിട്ട് പറഞ്ഞാൽ ഫങ്ഷനിലല്ലാതെ വരും. ഇപ്പം കേവല വിശ്വാസത്തിൻ്റെ കൂടെ എന്തുകൂടി ഉണ്ടാകണം? ഇപ്പം അമ്മ, അതാണ് മരിയൻ റീസൺ. മരിയൻ റീസൺ എന്ന് പറയുന്നത് എന്താ? ഇപ്പം എനിക്കും നിനക്കും എന്ത് എന്ന് അമ്മ ചോദിച്ചില്ലേ. ഇറ്റ് ഇസ് നത്തിങ് ടു വിത്ത് അസ്, ഇറ്റ് ഇസ് നോട്ട് അവർ ബിസിനസ്. ഈശോ അത് ഡിസോൺ ചെയ്ത് കളഞ്ഞേ അല്ലേ. അത് ആ വിഷയം ഇറ്റ് ഇസ് നോട്ട് അവേഴ്സ്, ആ വിഷയം നമ്മുടേതല്ല എന്നും പറഞ്ഞുകൊണ്ട് ഈശോ തള്ളിക്കളഞ്ഞ സംഭവമാണ്. രണ്ടാമത് എന്താണ്? അത് ഒന്ന് മാനുഷികം. ഈശോ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ, ഒന്ന് ദൈവികമായ ഇമ്പിഡിമെൻസ് ഉണ്ട്, മാനുഷികമായ ഇമ്പിഡിമെൻസും ഉണ്ട്, തടസ്സങ്ങളുണ്ട്. ഇപ്പോൾ ദൈവികമായ മാനുഷികമായ എന്താണ്? അതിൽ എനിക്ക് നിനക്കൊന്നും ചെയ്യാനില്ല, അവരോട് വായ്പ വാങ്ങിക്കാൻ പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ അവരുടെ വല്ല ബിസിനസ് കച്ചവടക്കാരൊക്കെ പോയി വിലക്ക് വാങ്ങിക്കാൻ പറഞ്ഞാൽ മതി, നത്തിങ് ടു വിത്ത് അസ്, ഈ വിഷയത്തിൽ നമുക്ക് റോളില്ല എന്ന് പറയും. അത് ഫസ്റ്റ് റീസൺ. ഓവർ. സെക്കൻഡ് റീസൺ എന്താണ്? സെക്കൻഡ് റീസൺ ദൈവികമാണ്. എന്താണത്? എൻ്റെ സമയം ഇനി സമ്മതമാണ്. അപ്പോൾ നമ്മൾക്ക് ദൈവത്തിന് ഉത്തരം തരണമെങ്കിൽ ചില സമയത്ത് രണ്ട് തടസ്സങ്ങൾ വരാൻ സാധ്യത ഉണ്ടാകും. മാനുഷികമായിട്ട് അത് നമുക്ക് ചിലപ്പോൾ പ്രയോജനപ്പെടത്തില്ലെന്ന് വരാം, ചിലപ്പോൾ ദൈവികമായിട്ടും അത് നമുക്ക് തരാനുള്ള തടസ്സങ്ങളുണ്ടാകാം. ചിലപ്പോൾ നമ്മുടെ കുറവായിരിക്കും, അത് ദൈവികമായിട്ടൊരു അനുഗ്രഹം കിട്ടുന്നതിനുള്ള മെറിറ്റ് ചിലപ്പോൾ നമുക്ക് ഉണ്ടാകത്തില്ല, അതാണ് നമ്മുടെ കുറവായിട്ട് വരാൻ സാധ്യത. അപ്പോൾ ഈ രണ്ട് പ്രശ്നങ്ങളുണ്ട്. ഇതെല്ലാം ഇപ്പം നിങ്ങൾ ഉടമ്പടി വെച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങൾക്കും ഇത് രണ്ടും ബാധകമാണ്. ചിലപ്പോൾ അത് മാനുഷികമായ തടസ്സമുണ്ടാകും, ചിലപ്പോൾ ദൈവികമായ തടസ്സമുണ്ടാകും. എന്നിട്ട് നമ്മൾ ഈ മാനുഷികമായ തടസ്സമുള്ള വിഷയം, ഇപ്പം നിങ്ങളുടെ ജപ്തി നടപടി, അല്ലെങ്കിൽ നിങ്ങളുടെ കല്യാണം ഒക്കണില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളെ നിങ്ങൾക്ക് കിട്ടണില്ല, ജോലി കിട്ടണില്ല, ജോലി സ്ഥലത്തെ പ്രശ്നം, നിങ്ങൾക്ക് PR ആകുന്നില്ല, പെൻഷൻ കിട്ടിയിട്ട് അംഗീകരിച്ചിട്ട് നിങ്ങൾക്ക് കിട്ടണില്ല, ഇങ്ങനെ എന്തെല്ലാം പ്രശ്നമാണ്, ഇല്ലായ്മയെല്ലാം ഉള്ളത്. അപ്പോൾ അതല്ല, ഈ പ്രശ്നങ്ങളെല്ലാം എന്തിൻ്റെങ്കിലും ഒരു ആബ്സെൻസാണ്. പ്രശ്നങ്ങളെല്ലാം എന്തിൻ്റെ ആബ്സെൻസ് ആകും? പ്രശ്നങ്ങളെല്ലാം നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ജപ്തി ആയാലും എന്ത് സംഭവമായാലും എല്ലാ പ്രശ്നങ്ങളും എന്തിൻ്റെങ്കിലും ഒരു ആബ്സെൻസാണ്, എന്തെങ്കിലും ഒരു പോരായ്മയാണ്. ഇപ്പോൾ രോഗമാണത് ആരോഗ്യത്തിൻ്റെ പോരായ്മ, ഇല്ലായ്മയാണല്ലോ. ഇതിനെ എല്ലാത്തിനും ഇങ്ങനെ പ്രശ്നങ്ങളെല്ലാം ഇല്ലായ്മ എന്നുള്ള രീതിയിലാണ് ബൈബിൾ അപ്രോച്ച് ചെയ്യേണ്ടത്. ദാറ്റ് മീൻസ് ബൈബിൾ ഇല്ല എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം മെരിറ്റ് ഇല്ലെന്ന് എൻ്റെ അർത്ഥം. ബൈബിളിൻ്റെ രീതിയാണല്ലോ പറയേണ്ടത്. ഒരു ഇല്ലായ്മ. ഇപ്പോൾ അമ്മ എന്താ പറയണത്? അവർക്ക് വീഞ്ഞ് ഇല്ല. അവിടെ പ്രശ്നത്തെ മുഴുവന് അഭിമാന പ്രശ്നം ഉണ്ട്, അതിൻ്റെ അകത്ത് നാണം കെട്ടി അവിടെ നിന്ന് പിരിയത്തുള്ള ആ വിഷയം. പക്ഷേ അവർക്ക് ആ നാണം കെട്ടി പിരിയാൻ സാധ്യതയുള്ള വിഷയമാണത്. അപമാന പ്രശ്നമുണ്ട് അതിൻ്റെ അകത്ത്. നമ്മുടെ എല്ലാ വിഷയമയുടെ മുമ്പിൽ നമ്മൾ ടെൻഷൻ അടിക്കണം. എന്താ കാര്യം? നമ്മൾ ടെൻഷൻ അടിക്കാൻ കാര്യം അതൊരു അപമാനമായിട്ട് മാറുമോ ഇല്ലയോ എന്ന് നമുക്ക് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് നമ്മളത് വിഷയമാക്കുന്നത്. ഇങ്ങനെയുള്ള എല്ലാ വിഷയവും മൂടി വെച്ചുകൊണ്ട് അതിനെ അഡ്രസ്സ് ചെയ്യണത് സിംഗിൾ വാക്കിലാണ്. ദേ ഹാവ് നോ വൈൻ, അവർക്ക് വീഞ്ഞ് ഇല്ല. അതിൻ്റെ ഉത്തരം വളരെ വ്യക്തമാണ്. അതിന് രണ്ട് ഇമ്പഡിമെൻറ്റ്സ് ഉണ്ട്, രണ്ട് തടസ്സങ്ങളുണ്ട്. ഒന്ന് മാനുഷികമായി അത് വലിയ കാര്യം അല്ല, അതാണ് എനിക്ക് നിനക്ക് എന്ത്, അവർക്ക് പർച്ചേസ് ചെയ്യാവുന്ന വിഷയമേ ഉള്ളൂ, അല്ലെങ്കിൽ അവർക്ക് ലെൻറ്റിന് അവർക്ക് ഹയർ ചെയ്യാം, അത്രേ ഉള്ളൂ. അതിൻ്റെ നമ്മളതിൻ്റെ അകത്ത് ഇൻവോൾവ് ചെയ്യേണ്ട കാര്യമില്ല. ഇറ്റ് ഈസ് നൺ ഓഫ് അവർ ബിസിനസ് എന്ന രീതിയിലാണ് അതിൻ്റെ ഫസ്റ്റ് ആൻസർ വരണത്. സെക്കൻഡ് ആൻസർ എന്താ പറയണത്? സെക്കൻഡ് ആൻസർ പറയണത് എൻ്റെ സമയം ഇനി സമാഗതമായി, ദൈവികമായ തടസ്സങ്ങളുണ്ട്. ദൈവികമായി നീ അത് നിനക്ക് സ്വീകരിക്കാനുള്ള സമയമായിട്ടില്ല. ഈ അനുഗ്രഹം ഭൗതികമാണ്, പക്ഷേ ദൈവികമായിട്ട് നിനക്കത് സ്വീകരിക്കാനുള്ള സമയമായിട്ടില്ല.
അപ്പോൾ ഇങ്ങനെ രണ്ട് ഇമ്പഡിമെൻറ്റ്സ് വന്നാൽ സ്വാഭാവികമായിട്ട് എന്താ പറയേണ്ടത്? ആ ഒരു പ്രെയറിനോട് ഗുഡ് ബൈ പറഞ്ഞ് ബുദ്ധിയും ബോധമുള്ളവർ പോകും. പക്ഷേ എന്തുകൊണ്ട് മറിയം എന്താ ചെയ്യണത്? മറിയം അതിനെ വെയിറ്റ് ചെയ്യാൻ, എന്നിട്ട് മറിയം അതിനെ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ഒരു പുതിയ പോംവഴി കണ്ടുപിടിക്കുകയാണ്. എന്താണ് അത്? കവനൻ്റൽ ഫോർമുലയാണ് അവിടെ ഉപയോഗിക്കുന്നത്. നമുക്കിത് ഇപ്പോൾ ഈ കാലങ്ങളിലല്ലേ മനസ്സിലായത്. നമ്മൾ വെള്ളം കോരാൻ പറഞ്ഞപ്പോൾ വെള്ളം കോരി, വിറക് കൊട്ടാൻ പറഞ്ഞാൽ വിറക് കെട്ടി എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ വായിച്ചുകൊണ്ടും പ്രസംഗിച്ചുകൊണ്ടും പോയത്. ഇപ്പോഴല്ലേ നമ്മൾ മനസ്സിലാക്കണത് ഈ നടക്കാത്ത കാര്യം നടക്കാൻ കവനൻ്റ് ഫോർമുലയാണ് ഉപയോഗിക്കേണ്ടതെന്ന് മനസ്സിലായി. ഇത് പുതിയത് മറിയത്തിൻ്റെ ഫോർമുല അല്ല. ഏജ് ഓൾഡായിട്ട് ബൈബിള് ദൈവത്തിനെ മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് ഇറക്കിക്കൊണ്ട് വരുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ബൈലാറ്ററൽ എഗ്രിമെൻറ്റ് മെത്തേഡ്. ഈ ബൈലാറ്ററൽ എഗ്രിമെൻറ്റ് മെത്തേഡിലൂടെ എന്താണ് ശരിക്കും പറയുന്നത്? ഇത് ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? യു മസ്റ്റ് ഹാവ് എ സെർട്ടൻ എമൗണ്ട് ഓഫ് ലെവൽ ഓഫ് ലവ്. നമുക്കറിയാം. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ സൽപ്രവൃത്തികൾ ഇനി ഫുൾ കണ്ടു. അതാർക്കും ചെയ്യാം. സൽപ്രവൃത്തികൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് എപ്പോഴും വരേണ്ട ഒരു വിഷയം, നമ്മൾ ഗുഡ് വർക്ക്സ് എന്നാണ് പറയണത് സൽപ്രവൃത്തിയെ. പക്ഷേ ബൈബിൾ ശരിക്കും ദൈവത്തിൻ്റെ മൈൻഡ് ആണ് നമ്മൾ തർജ്ജമ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സൽപ്രവൃത്തികൾ ഗുഡ് വർക്കുകൾ അല്ല. ശരിക്കും പറഞ്ഞാൽ ദാറ്റ് ഈസ് ഗ്രേസ്ഫുൾ വർക്കാണ്, ഗ്രേസ് ഗിവിങ് വർക്ക്സിനാണ് ഈ പറയുന്നത് ബൈബിൾ എപ്പോഴും സൽപ്രവൃത്തികൾ ഇവിടെ കുറഞ്ഞിട്ടാണോ ക്രിസ്തു ആഗതനാകേണ്ടി വരണത്? ക്രിസ്തുവിന് മുമ്പ് എത്രയോ സൽപ്രവൃത്തികൾ ചെയ്ത മനുഷ്യർ ഈ ഭൂമിയിലുണ്ട്. സോക്രട്ടീസൊക്കെ നല്ല മനുഷ്യരല്ലായിരുന്നോ? എന്താ അവർക്ക് കുഴപ്പം? പക്ഷെ അവിടുത്തെ പ്രോബ്ലം, ബൈബിൾ അങ്ങനെ ഒരു സൽപ്രവൃത്തികൾ വർദ്ധിപ്പിക്കാൻ വേണ്ടിയല്ലോ ഈ ഭൂമിയിൽ ക്രിസ്തു ആഗതനായത്. പിന്നെ എന്താണ്? കൃപാവര പ്രവർത്തനങ്ങളാണ്. ഈ സൽപ്രവൃത്തിയും കൃപാവര പ്രവർത്തിയും തമ്മിൽ ഇപ്പോൾ ഒത്തിരി വ്യത്യാസമുണ്ട്. നിങ്ങൾ ഉടമ്പടിയിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഗ്രേസ് ഗീവിങ് വർക്ക്സാണ് ചെയ്യേണ്ടത്. കൃപാവര പ്രവർത്തനങ്ങൾ, കൃപ നമുക്ക് ലഭിക്കാൻ ആവശ്യമായ വർത്തനങ്ങൾ, അതെന്താ ചെയ്യണം? കൃപ വർദ്ധിപ്പിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? കൃപ എല്ലാം യേശുക്രിസ്തുവിൻ്റെ നെയിമിൻ്റെ അണ്ടറിലാണ് കൃപയെല്ലാം വരണത്. കൃപ എന്ന് പറഞ്ഞാൽ എന്താണ്? അതുകൊണ്ടാണ് ബൈബിൾ പറയണത് യോഹന്നാൻ 1:17 എന്തുകൊണ്ടെന്നാൽ നിയമം മോശ വഴി നൽകപ്പെട്ടു, കൃപയും സത്യവുമാകട്ടെ യേശുക്രിസ്തു വഴി ഉണ്ടായി. ഇതിനകത്തൊരു പ്രശ്നങ്ങൾ വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡിഗ്രീസ് ഓഫ് പെർഫെക്ഷനിൽ മോശയുടെ വചനവും ജീസസിൻ്റെ വചനവും തമ്മിലുള്ള ഒരു വ്യത്യാസം അതാണ്. മോസസിൻ്റെ വചനത്തിന് സാങ്കേതികമായ ദൈവത്തിൻ്റെ മനസ്സനുസരിച്ചുള്ള നിയമപരമായിട്ടുള്ള കാഴ്ചപ്പാടുകളാണ് കൈകാര്യം ചെയ്യണത്. കർത്താവിൻ്റെ വചനത്തിൽ അതല്ല. എന്താണ്? കൃപയും സത്യവുമാണ്. കൃപയും സത്യവും ആര് വഴി ഉണ്ടായി? ക്രിസ്തു വഴി ഉണ്ടായി. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടായതെന്ന് നമ്മൾ അറിയണം. ക്രിസ്തു വഴി ഉണ്ടായത്. ഉടമ്പടി ടാർഗറ്റ് ചെയ്യണത് സൽപ്രവൃത്തികളല്ല. നിങ്ങൾ കുറേ ആൾക്കാർ ചെയ്യണത് വെറും സൽപ്രവൃത്തികളാണ്. വെറും സൽപ്രവൃത്തികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതനുസരിച്ച് കൊണ്ട് രോഗികളെ കാണുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു സാക്ഷ്യം പറഞ്ഞത്, ഞാൻ ഓൾഡ് ഏജിൽ ഹോമിൽ പോയി ഒരു ദിവസം മുഴുവൻ നിന്ന് അവിടുത്തെ ഉടുപ്പെല്ലാം അലക്കി കൊടുത്തെന്നാണ്. പിന്നെ വേറൊരു ചേച്ചി സാക്ഷ്യം പറഞ്ഞത്, ഞാൻ ഓൾഡ് ഏജ് ഹോമിൽ പോയി നഖം വെട്ടി കൊടുത്തെന്ന് പറഞ്ഞു. ഇറ്റ്സ് ഓക്കെ, യു ആർ ഡൂയിങ് ഓൾ ദിസ് കൈൻഡ് ഓഫ് തിങ്സ്. ഇതെല്ലാം നല്ല സന്തോഷത്തോടെ ചെയ്യുന്നുണ്ട്, സന്തോഷമുണ്ട്, നന്ദിയുണ്ട്. പക്ഷേ ഇതെല്ലാം സൽപ്രവൃത്തികളാണ്. ഈ സൽപ്രവൃത്തികളിൽ നിന്ന് നമുക്ക് കൃപ ഡ്രോൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ ഒരു കാര്യം കൂടി വേണം. എന്താ വേണ്ടത്? കൃപ. സൽപ്രവൃത്തികൾ ഇത് ഈ നിങ്ങൾ ചെയ്ത കാര്യങ്ങളെ ക്രിസ്തുവിനെ മാറ്റി നിർത്തിയും ചെയ്യാൻ പറ്റും. ലോകത്ത് എന്തുമാത്രം ആൾക്കാർ ചെയ്യുന്നുണ്ട് ഇല്ലേ? റോട്ടറി ക്ലബ്ബുകാർ കണ്ണ് വരെ വെച്ച് കൊടുക്കുന്നുണ്ട് ഇല്ലേ? അപ്പം അങ്ങനെ എന്തോ ക്ലബ്ബുകാർ ചെയ്യുന്നുണ്ട്. നാട്ടിൽ എന്തുമാത്രം അയൽക്കൂട്ടങ്ങളും അതുപോലെ തന്നെ പല പലതരമുള്ള പാർട്ടി സംഘങ്ങളും ഒക്കെ പല കാര്യങ്ങളും മനുഷ്യർക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. ഇതെല്ലാം സൽപ്രവൃത്തികളാണ്. പക്ഷേ ഒരു ക്രൈസ്റ്റ് സെൻട്രിക് ആയിട്ടുള്ള ഒരു ആധ്യാത്മികത ചര്യം അനുവർത്തിക്കുന്നവരെ കേവലം സൽപ്രവൃത്തികളല്ല നമ്മൾ ലക്ഷ്യം വെക്കുന്നത്, കൃപാവര പ്രവൃത്തികളാണ്. എന്താ കാര്യം? കൃപയും സത്യവും അവൻ വഴി ഉണ്ടായി. അപ്പോൾ കൃപാവര സത്യങ്ങൾ, കൃപാവര പ്രവൃത്തികൾ ചെയ്യാൻ, ഇപ്പോൾ സൽപ്രവൃത്തികളും കൃപാവര പ്രവൃത്തികളും നമ്മൾ വ്യത്യാസം എന്താ? സൽപ്രവൃത്തികൾ മനുഷ്യൻ്റെ പേരിലാണ് ചെയ്യണത്. ചിലർ നല്ല പേരെടുക്കാൻ ചെയ്യും, ചിലർ കൂടുതൽ വോട്ട് കിട്ടാൻ വേണ്ടി ചെയ്യും, ചിലത് ജനകീയ അടിത്തറ ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യും, ചിലത് അവിടെ കള്ളത്തരങ്ങളെ പുറത്തറിയാൻ വേണ്ടി ഒരു പുതിയൊരു ഫേസ് കാണിക്കാൻ വേണ്ടി സമൂഹത്തിന് വേറൊരു സംഭവം. അങ്ങനെ ഓരോരോ ലക്ഷ്യങ്ങളാണ് ഈ സൽപ്രവൃത്തികൾക്കുള്ളത്. പക്ഷേ കൃപാവര പ്രവൃത്തി അതല്ല. കൃപാവര പ്രവൃത്തി എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ നാമത്തിൽ ക്രിസ്തുവിന് വേണ്ടി മാത്രം മഹത്വം കൊടുത്തുകൊണ്ട് ചെയ്യണതാണ്. ക്രിസ്തുവിൻ്റെ നാമത്തിൽ ചെയ്യണം. അതിൻ്റെ 10% ഗ്ലോറി ക്രിസ്തുവിന് മാത്രമാണ്. അതുകൊണ്ടാണ് ബൈബിൾ പറയണത് വലത് കൈ ചെയ്യണത് ഇടത് കൈ അറിയരുത്, മനുഷ്യൻ അറിയരുതെന്നായി പറയണത്.
മനുഷ്യന്മാരറിയരുതെന്നാണ് പറയണത്. പക്ഷേ മനുഷ്യന്മാരറിയുന്ന വെച്ചാൽ എല്ലാ കാര്യവും പാത്തും പതുങ്ങും ചെയ്യണമെന്നല്ല. മനുഷ്യനെ അറിഞ്ഞില്ലെങ്കിലും അറിയിക്കാൻ വേണ്ടി നിങ്ങളെ പ്രത്യേകിച്ച് മസിൽ പിടിക്കരുതെന്ന് അർത്ഥം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ചെയ്ത് നിന്റെ മഹത്വത്തിൽ പങ്കുകാരാകുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. നമ്മൾ കേവല വിശ്വാസത്തിൽ നിന്ന് സൽപ്രവൃത്തികളിലേക്കും പിന്നെ കൃപാവര പ്രവൃത്തികളിലേക്കും സഭ വെളിപാടുകളുടെ പൂർണ്ണതയിലേക്ക് പോകുന്നത് കാലങ്ങൾ കൊണ്ടാണ്, ഒറ്റയടിക്കല്ല. ആദ്യകാലങ്ങളിൽ സഭയ്ക്ക് തോന്നിയത് കേവല വിശ്വാസം മാത്രം മതി എന്നാണ് തോന്നിയത്. ക്രിസ്തുവിലുള്ള കേവല വിശ്വാസം മാത്രം മതി, ഒരു മനുഷ്യന് അവന് റൈച്ചസ് ആകാൻ പറ്റും, നീതീകരിക്കപ്പെടാൻ പറ്റും. റോമ 3:28 എടുത്ത് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. റോമ 3:28 എന്തെന്നാൽ നിയമാനുഷ്ഠാനം കൂടാതെ തന്നെ വിശ്വാസത്താൽ മനുഷ്യൻ നീതീകരിക്കപ്പെടുന്നു എന്ന് നാം അനുമാനിക്കുന്നു. അപ്പം ആദ്യകാലങ്ങളിലുള്ള കൺസെപ്റ്റ് വിശ്വാസം, ക്രിസ്തു എനിക്ക് വേണ്ടി പീഡ അനുഭവിച്ചു, എൻ്റെ പാപത്തിന് പരിഹാരം ചെയ്തു ക്രിസ്തു, അതുകൊണ്ട് തന്നെ ആ ക്രിസ്തുവിൻ്റെ പരിഹാരത്തെ വിശ്വസിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എനിക്ക് നിത്യരക്ഷ ലഭിക്കുമെന്നുള്ള ഇതിന് ഇനീഷ്യൽ ജസ്റ്റിഫിക്കേഷൻ എന്നാണ് പറയുന്നത്. പ്രാഥമിക നീതീകരണം. അപ്പോൾ ഈ ഒരു സഭാകൂട്ടങ്ങൾ ഈ പ്രാഥമിക നീതീകരണം മതിയെന്ന് മാത്രം കടപിടുത്തം പിടിച്ചുകൊണ്ട് സൽപ്രവൃത്തികൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കിയിട്ടുണ്ട്. ഇപ്പോൾ കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം 50,000-ഓളമാണ് ആതുര കേന്ദ്രങ്ങളുള്ളത്. ഇത് മാത്രമാണ്. അതായത് നമ്മൾ എന്തുമാത്രം ആതുര സേവന കേന്ദ്രങ്ങളാണ് സഭയ്ക്കുള്ളത്. ഒരു പക്ഷേ ലോകത്തെ ഏറ്റവും കൂടുതൽ ആതുര സേവന കേന്ദ്രങ്ങളുള്ള സഭയ്ക്കാണ്. അത് സഭ എന്താ ഫോളോ ചെയ്യണത്? സഭ ഫോളോ ചെയ്യണത് വിശ്വാസം മാത്രം പോരാ, പിന്നെന്താണ്? പ്രവൃത്തി കൂടി വേണം. അത് പറയാൻ കാരണം എന്താണ്? അത് സെൻറ്റ് പോൾ തന്നെ പിന്നീട് തീത്തോസിലേക്ക് വരുമ്പോൾ തീത്തോസ് 3:8 എടുത്ത് 3:8 ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. തീത്തോസ് 3:8 ഇപ്പറഞ്ഞത് സത്യമാണ്. ദൈവത്തിൽ വിശ്വസിച്ചവർ സൽപ്രവൃത്തികൾ ചെയ്യുന്നതിൽ ജാഗരൂകരായിരിക്കാൻ വേണ്ടി ഇക്കാര്യങ്ങളിൽ നീ സമ്മർദ്ദം ചെലുത്തണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇവയെല്ലാം ശ്രേഷ്ഠവും മനുഷ്യർക്ക് പ്രയോജനകരവുമാണ്. അതിൻ്റെ പ്രശ്നത്തിൽ സൽപ്രവൃത്തികൾ ആദ്യം വിശ്വാസം മതി എന്ന് പറഞ്ഞ സെൻറ്റ് പോൾ തന്നെ കുറച്ച് കഴിയുമ്പോൾ മാറും. 10 കൊല്ലം കഴിയുമ്പോൾ മാറും. റോമാലേഖനം എഴുതി 56-ലാണ്, ടൈറ്റസ് എഴുതി 66-ലാണ്. 10 കൊല്ലം. 10 കൊല്ലത്തിന് ശേഷം കഴിയുമ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി വിശ്വാസം മാത്രം പോരാ, പിന്നെന്താണ്? അപ്പം നമ്മൾ ദൈവത്തിൻ്റെ കാര്യങ്ങൾ അറിയണത് ദൈവത്തിലിങ്ങനെ ജീവിക്കുന്ന അനുസരിച്ച് ക്രൊണോളജിക്കലായിട്ട് നമ്മൾ ജീവിച്ച് വരുമ്പോഴല്ലേ ദൈവം ഓരോരോ കാര്യം നമുക്ക് വെളിപ്പെടുത്തി വെളിപ്പാടിൻ്റെ പൂർണ്ണതയിലേക്ക് നമ്മൾ കൊണ്ടുവരണേ. അങ്ങനെ വരാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ AD 56 നീ വിശ്വാസം, ഒരാൾ നീതീകരിക്കപ്പെടുന്നത്, നിത്യരക്ഷ പ്രാപിക്കണത് അയാൾ വിശ്വാസം മൂലമാണെന്ന് മാത്രം. പക്ഷേ അതിനിടയ്ക്ക് യാക്കോബ് ഒരു 5 കൊല്ലം കഴിഞ്ഞപ്പോൾ യാക്കോബ് പറഞ്ഞു ഇത് നടക്കുമെന്ന് തോന്നിയില്ല. യാക്കോബ് ഒരു 60 ആയപ്പോൾ AD 56 റോമാലേഖനം എഴുതുന്ന 60 ആയപ്പോൾ യാക്കോബ് പറഞ്ഞു അത് പ്രവൃത്തി വേണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് സൽപ്രവൃത്തി വരണത്. യാക്കോബിന്റെ ലേഖനം എടുത്ത് 2:24. യാക്കോബ് 2:24 മനുഷ്യൻ വിശ്വാസം കൊണ്ട് മാത്രമല്ല പ്രവൃത്തികളാലുമാണ് നീതീകരിക്കപ്പെടുന്നതെന്ന് നിങ്ങൾ അറിയുന്നു. 56 കർത്താവ് ജനിച്ച് ഒരു 56 വർഷം കഴിയുമ്പോൾ നമ്മൾ സെൻറ്റ് പോളിൻ്റെ ആദ്യത്തെ ലേഖനം പുറത്തു വരുന്നത് റോമ. അവിടെ പറയുന്നത് എന്താണ്? വിശ്വാസം മതി, നമ്മൾ ക്രിസ്തുവിലുള്ള വിശ്വാസം കൊണ്ട് നമ്മൾ നീതീകരിക്കപ്പെടും. അപ്പോസ്തലന്മാരുടെ ഇടയിൽ ചർച്ചയായി. പിന്നെ ജെറുസലേം സൂനദോസ് തുടങ്ങാൻ നേരത്ത് സൂനദോസിൻ്റെ ഇടയ്ക്ക് കൃത്യമായ ഐഡിയ കിട്ടാൻ വേണ്ടി യാക്കോബ്, കർത്താവിൻ്റെ സഹോദരൻ യാക്കോബ് പറഞ്ഞു വിശ്വാസം മാത്രം പോരാ, സിനഗോഗ് ശ്രദ്ധിക്കണം. ജെറുസലേം സൂനദോസ് നടന്നുകൊണ്ടിരിക്കണം ആദ്യത്തെ. അപ്പോൾ നിങ്ങൾ അവിടെയാണ് യാക്കോബ് അഡ്രസ്സ് ചെയ്യണത്. വിശ്വാസം മാത്രം പോരാ, മറിച്ച് എന്ത് വേണം? പ്രവൃത്തി വേണം. യാക്കോബിൻ്റെ ഈ ലേഖനമാണ് ലോകത്തെ മാറ്റി കളഞ്ഞത്. ലോകത്ത് ഇന്ന് കാണുന്ന സഭയുടെ എല്ലാവിധ ആതുര സേവനങ്ങളെയും അതുപോലെ തന്നെ അവകാശ പോരാട്ടങ്ങളെയും അതുപോലെ തന്നെ മനുഷ്യോചിതമായ എല്ലാ നടപടികളെയും ശുശ്രൂഷകളെയും എല്ലാം കുഞ്ഞുങ്ങളെ, ഇപ്പോൾ ഓട്ടിസം ബാധിച്ച കുഞ്ഞുങ്ങളെ, ജന്മന കിടപ്പിലായ കുഞ്ഞുങ്ങൾ, എന്തുമാത്രം കുഞ്ഞുങ്ങളെയാണ് എന്തുമാത്രം സിസ്റ്റേഴ്സ് നോക്കണത് ലോകം മുഴുവനും. അതെല്ലാം കാര്യം യാക്കോബിൻ്റെ ലേഖനമാണ്. യാക്കോബിൻ്റെ ലേഖനം എന്ന് പറയുന്നത് വല്ലാത്തൊരു ലേഖനമായിപ്പോയി.
അപ്പോൾ അത് സെൻറ്റ് പോൾ പറഞ്ഞതിന് ശേഷം സെൻറ്റ് പോൾ കർത്താവിനെ കണ്ടിട്ടില്ലല്ലോ, അതാണ് പ്രശ്നം. അതിനുശേഷം പക്ഷേ കർത്താവിൻ്റെ കൂടെ നടന്ന ആളാണ് യാക്കോബ് കർത്താവിൻ്റെ മൈൻഡ് റീഡ് ചെയ്തേച്ച് പറഞ്ഞ് പ്രവൃത്തിയില്ലാതെ വിശ്വാസം നീതീകരിക്കപ്പെടത്തില്ല എന്ന് പറയും. ജസ്റ്റിഫൈ ആകത്തില്ല, രക്ഷ പ്രാപിക്കണേ പ്രവൃത്തി വേണം. അതുകൊണ്ട് യാക്കോബ് 5 കൊല്ലം സെൻറ്റ് പോളിൻ്റെ ലേഖനം കഴിഞ്ഞ് 5 കൊല്ലം കഴിഞ്ഞപ്പോൾ 60 പറയും. അതൊന്നും വായിച്ച യാക്കോബ് 2:24 ശ്രുതികട ഹല്ലേലൂയ. വിശ്വാസം കൊണ്ട് മാത്രമല്ല, വിശ്വാസം കൊണ്ട് മാത്രമല്ല പ്രവൃത്തികളാലുമാണ് നീതീകരിക്കപ്പെടുന്നതെന്ന് നിങ്ങൾ അറിയുന്നു. അപ്പോൾ ജെറുസലേം സൂര്യദോസിൽ തീരുമാനം നിലപാട് കൃത്യമായി. അപ്പോൾ യാക്കോബ് പൗലോസ് അപ്പോസ്തലനും മനസ്സിലായി സഭയുടെ കറക്റ്റ് നിലപാട്. അപ്പോൾ പൗലോസ് അപ്പോസ്തലനും മനസ്സിലായി പ്രവൃത്തിയാണ് മൂലമാണ് വിശ്വാസം നീതീകരിക്കപ്പെടുന്നത്. അപ്പോൾ പിന്നീട് 5 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് ടൈറ്റസ് ലേഖനം എഴുതുന്നത്. 5 കൊല്ലം കഴിയുമ്പോൾ ടൈറ്റസ് ലേഖനം എഴുതുമ്പോൾ തീത്തോസിൻ്റെ ലേഖനം എഴുതുമ്പോൾ സെൻറ്റ് പോൾ പറയും, എന്താ പറഞ്ഞിരിക്കുന്നത്? 3:8 ശ്രുതികട ഹല്ലേലൂയ. ഈ പറഞ്ഞത് സത്യമാണ്. ദൈവത്തിൽ വിശ്വസിച്ചവർ സൽപ്രവൃത്തികൾ ചെയ്യുന്നതിൽ ജാഗരൂകരായിരിക്കാൻ വേണ്ടി ഇക്കാര്യങ്ങളിൽ നീ സമ്മർദ്ദം ചെലുത്തണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇവയെല്ലാം ശ്രേഷ്ഠവും മനുഷ്യർക്ക് പ്രയോജനകരവുമാണ്. നമ്മൾ എന്താണ് ഈ വിഷയം ഇത്രയും സീരിയസ് പഠിപ്പിക്കാൻ കാരണം ഉടമ്പടി എന്ന് പറയുന്നത് മുഴുവനും പ്രവൃത്തികളാണ്. പ്രാർത്ഥനയുടെ അംശം അതിൻ്റെ അകത്ത് 30% ഉള്ളു, ബാക്കിയെല്ലാം പ്രവൃത്തിയുടേതാണ്. അപ്പോൾ ഈ പ്രവൃത്തികൾ ചെയ്യുന്നവരെ 2 കാര്യം മനസ്സിലാക്കണം. ഒന്നാമത്തെ ഇത് വർക്കൗട്ട് ഫയർ ആകണമെന്നുണ്ടെങ്കിൽ പ്രവൃത്തികൾ ചെയ്യണം. പക്ഷേ ദിസ് ഇസ് നോട്ട് മൈ പോയിന്റ്. എൻ്റെ പോയിന്റ് ഇതുമല്ല. ഞാൻ എന്താ നിങ്ങൾ പറഞ്ഞത്? ഈ സൽപ്രവൃത്തികൾ ഒരു ക്രിസ്തുവിനെ മാറ്റി നിർത്തിക്കൊണ്ട് വി കൺ ഡു സോ മെനി ഗുഡ് വർക്ക്സ്, അതൊന്നും കൗണ്ടഡ് ആകത്തില്ല. എന്താ കാര്യം? അത് ക്രിസ്തുവിൻ്റെ മഹത്വത്തെ പ്രഘോഷിക്കാത്ത, അവൻ്റെ നാമത്തെ മഹത്വപ്പെടുത്താത്ത പ്രവൃത്തികളെല്ലാം ശരിക്കും പറഞ്ഞാൽ അത് കൃപാവര പ്രവൃത്തികളല്ല. വി ആർ എയിമിങ് ഫോർ ഗ്രേസ്ഫുൾ വർക്ക്സ്, കൃപാവര പ്രവൃത്തികൾ. നിങ്ങളത് വളരെ കൃത്യമായിട്ട് ചെയ്യണം. സൽപ്രവൃത്തിയും കൃപാവര പ്രവൃത്തിയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, കൃപാവര പ്രവൃത്തി ഫോർ ദ ഗ്ലോറിഫിക്കേഷൻ ഓഫ് ക്രൈസ്റ്റ് നെയിം, കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനാണ് അത് കാഴ്ചവെക്കുന്നത്.